ഈ കൊറോണ വൈറസിനെ സംബന്ധിച്ച് ഇപ്പോൾ കേൾക്കുന്ന ഒരു വിവാദമായിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ഈ കൊറോണ വൈറസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ചൈനയിൽ ഒരു ലാബിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷണത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആ വൈറസ് പടർന്നതാണ് ഇതുണ്ടാകാൻ കാരണം. ചൈനയാണ് ഇതിൻ്റെ ഉത്ഭവം ഉണ്ടായത്, അവിടെയാണ് ഉത്ഭവം ഉണ്ടായതെന്ന്. അത് പരീക്ഷണശാലയിൽ നിന്ന് പുറത്തുപോയ വൈറസിൻ്റെയാണ്. അപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പറയുന്നത്. അത് അങ്ങനെ പറഞ്ഞു എന്ന് അതല്ല എന്ന് പറയുകയും പിന്നീട് അത് മാറ്റി പറയുകയും ചെയ്തു. ഏതായാലും ചൈനയാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്നുള്ളത് ഒന്നുകൂടെ വ്യക്തമാകുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതൊക്കെ? അമേരിക്കയുടെ ഈ ഇന്റലിജൻസ് മേധാവി, രഹസ്യാന്വേഷണ വിഭാഗം മേധാവി തുൾസി ഗബ്ബാർഡ് എന്നാണ് ഒരു വനിതയാണ്. അവരുടെ ഭർത്താവ് അസുഖബാധിതനായതുകൊണ്ട് അവരുടെ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു. അവരിനി പോവുകയാണ്. അപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ ചാരസംഘടന, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയായ CIA, അമേരിക്കയുടെ തന്നെ സ്വന്തം അന്വേഷണ ഏജൻസിയായ FBI, കൂടാതെ രാജ്യത്തെ ഏതൊക്കെ ഉണ്ടോ അതിൻ്റെ എല്ലാം മേധാവിയായിട്ടിരുന്ന ആളാണ് ഈ തുൾസി ഗബ്ബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കിട്ടാത്ത വിവരങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് പ്രകാരം അവരിപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. മുൻ പ്രസിഡന്റ് ഉണ്ടല്ലോ അമേരിക്കയിലെ, അതായത് മറ്റേ ബൈഡന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഉപദേശകൻ, ആരോഗ്യ മേഖലയിലെ ഉപദേശകൻ, അദ്ദേഹത്തിൻ്റെ പേര് ആന്റണി ഫൗസി എന്നോ ഏതായാലും പോട്ടെ, FOUCA, നിന്റെ സൗകര്യം ഫൗസി എന്ന് വിളിക്കുന്നു. ആന്റണി ഫൗസി എന്ന് പറയുന്ന ഒരു വൃദ്ധൻ, അയാൾക്ക് ഇപ്പോൾ 80-ലധികം പ്രായമുണ്ട്. ആയ കാലത്ത് പുള്ളിയായിരുന്നു ഉപദേശകൻ. ഇദ്ദേഹം അമേരിക്കയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെക്ഷൻസ് ഡിസീസസ് എന്ന് പറയുന്ന ഒരു വകുപ്പിന്റെ മേധാവിയായിട്ട് 38 വർഷത്തോളം സർവീസിലിരുന്ന ആളാണ്. ഈ സമയത്ത് ഇദ്ദേഹം ചൈനയിൽ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലാബിൽ നടത്തിയ കൊറോണ വൈറസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾക്ക് ഏതാണ്ട് $6 ലക്ഷം അമേരിക്കയുടെ ഫണ്ടിങ് നടത്തി കൊടുത്ത ആളാണ്. അത് ഇയാൾ നേരിട്ടല്ല. അവിടെ ഒരു എക്കോ ഹെൽത്ത് അലയൻസ് എന്ന് പറയുന്ന ഒരു NGO ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കാണ് ഇയാൾ വഴി ഫണ്ട് കൊടുത്ത. അവർ കൊണ്ട് ഈ ചൈനയിലെ ലബോറട്ടറിക്ക് കൊടുത്തു. മനസ്സിലായി. അപ്പൊ അവര് ഈ കൊറോണ വൈറസ് സംബന്ധിച്ചുള്ള ഗവേഷണം നടത്തുന്നതിനിടയിൽ ഈ വൈറസ് പുറത്തു ചാടിയെന്നും അത് മനുഷ്യരിലേക്ക് പടർന്നു എന്നുള്ളതുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട്. ബൈഡൻ ഭരണകൂടം അത് നിഷേധിക്കുകയായിരുന്നു. ട്രംപ് അധികാരത്തിലേറിയ സമയം മുതൽ ഇത് മനുഷ്യനിർമ്മിതമാണ്, ചൈനയുടെ ലാബിൽ നിന്ന് ഇത് ചൈന വൈറസ് എന്നാണ് അദ്ദേഹം പൊതുവേദിയിൽ പറയുക പോലും ചെയ്തത്. അത് മാത്രമല്ല, അമേരിക്കയുടെ ഈ ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതില് ഈ കൊറോണ വൈറസ് സംബന്ധമായ അപ്ഡേഷനിൽ ഈ കോസ് ഓഫ് ഡിസീസ് എന്നുള്ളത്, അതായത് രോഗം വരാനുള്ള കാരണം എന്ന് ചൈനയിൽ നിന്ന് പടർന്നതാണെന്ന് ഔദ്യോഗിക വെബ്സൈറ്റിൽ പോലും അങ്ങനെ എഴുതി പിടിപ്പിച്ച ആളാണ് ട്രംപ്. അപ്പൊ അദ്ദേഹത്തിന്റെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥയായ തുൾസി ഗബ്ബാർഡ് അവരുടെ ചുമതല ഒഴിയുന്നതിന് തൊട്ട് മുമ്പ് ഈ ആന്റോണിയോ ഫൗസിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ ആന്റോണിയോ ഫൗസി ആള് ചെറിയ പുള്ളിയൊന്നുമല്ല. അത്യാവശ്യം അമേരിക്കയിലെ എന്താ പറയുക, വിദഗ്ധന്മാരടക്കമുള്ളവരെയൊക്കെ കൃത്യമായി സ്വാധീനിക്കാനും അല്ലെങ്കിൽ ഇതിനു വേണ്ടി അനുകൂലമായി സംസാരിക്കാനുള്ളവരെയൊക്കെ കൃത്യമായി സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായോ അധികാരം ഉപയോഗിച്ച് സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരു മനുഷ്യനാണ്. കാര്യം അത്രയ്ക്ക് ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ട്രംപ് ഭരണകൂടം ഇങ്ങനെ ഇതൊരു ലാബിൽ നിന്ന് വന്നതാണ് എന്നുള്ളൊരു നിലപാടെടുത്തപ്പോൾ ഈ ആന്റോണിയോ ഫൗസി എന്ത് ചെയ്തു? കുറെ വിദഗ്ധന്മാരെയൊക്കെ സ്വാധീനിച്ചിട്ട് ഇത് അങ്ങനെയല്ല, ഇത് സ്വാഭാവികമായി പ്രകൃതിദത്തമായി ഇത് വ്യാപനമുണ്ടായതാണെന്ന് വാദിക്കാൻ സമർത്ഥിക്കാൻ പലരെയും സ്വാധീനിച്ച് നിലപാടെടുപ്പിച്ചു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ആകെ അട്ടിമറിച്ചു. ഇത് കൂടാതെ ഇങ്ങനൊരു ആക്ഷേപം ഉണ്ടായ സമയത്ത് ഈ അമേരിക്കയിൽ നമ്മുടെയൊക്കെ രീതിയിൽ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടായാൽ ഒരു അന്വേഷണം ഒന്ന് പ്രഖ്യാപിക്കുക, CBIയോ അങ്ങനെയൊക്കെ അന്വേഷിക്കുകയാണല്ലോ ചെയ്യുക. അമേരിക്കയിൽ ഒരു രീതി അനുസരിച്ച് ബന്ധപ്പെട്ട ആളെ അമേരിക്കൻ കോൺഗ്രസ് വന്ന് വിചാരണ ചെയ്യും. ജനപ്രതിനിധി 100 അംഗ സഭയാണ്. അതിൽ ആ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയിട്ട് അന്ന് ആ സഭയിലുള്ള ആർക്കും അവരോട് ചോദ്യം ചോദിക്കാം, അതിൽ വിശദീകരണം തരണം എന്നുള്ളതാണ് അവരുടെ പൊതു രീതി. ഇത് പ്രകാരം 2024 ജൂണില് ഈ ആന്റോണിയോ ഫൗസി അമേരിക്കൻ കോൺഗ്രസിൽ വന്ന് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി തനിക്കറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ല എന്നാണ് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് അറിയാവുന്ന സംഗതിയാണ് ഈ ചൈന ലാബിൽ നടത്തിയ ഗവേഷണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് താൻ
ഇടനിലക്കാരനായിട്ട് ഫണ്ടിങ് നടത്തിയിട്ടുണ്ടെന്ന് ഇയാൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇദ്ദേഹം ഇത് പറഞ്ഞില്ല. അത് മാത്രമല്ല, നിരവധിയായ മരുന്ന് കമ്പനികളെ ഇദ്ദേഹം സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതും കൊണ്ട് തീർന്നില്ല. ഇയാൾ ഈ കൊറോണ വ്യാപനത്തിന്റെ സമയത്ത് ഇയാൾ വലിയ ദിവ്യ പരിവേഷത്തിൽ ഒക്കെ നടക്കുകയായിരുന്നു. അപ്പൊ ഇയാളെ ഈ തുൾസി ഗബ്ബാർഡ് തന്നെ വിശേഷിപ്പിക്കുന്നത് പാൻഡമിക് പണ്ഡിറ്റ്. ഈ പണ്ഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രയോഗമാണ്. പാൻഡമിക് എന്ന് പറഞ്ഞാൽ മറ്റേ മഹാമാരി, അതിന്റെ ഒരു പണ്ഡിമിക് സിറ്റുവേഷൻ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇയാൾ പറയുന്നതാണ് വേദവാക്യം എന്ന തരത്തിൽ ഒരു സ്വയം ഒരു പദവിയിലേക്ക് ഇയാൾ അങ്ങ് അവരോധിതനായി. അപ്പോ അപ്പൊ ഇതിന്റെയൊക്കെ പ്രയോജനം എന്താ വെച്ചാൽ, ഇയാൾ ആ നിൽക്കുന്ന സമയത്ത് ഇയാളെ പല മരുന്ന് കമ്പനികൾ സമീപിച്ചു. കാര്യം ആ സമയത്ത് കൊറോണ വാക്സിന് വേണ്ടിയിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ നടക്കണം. അപ്പൊ അതിന്റെ ചുമതല ഏറ്റെടുക്കണം എന്ന് പറയാം. അപ്പൊ ഇയാൾ അതൊക്കെ നിരസിച്ചു. പക്ഷേ ഈ ചങ്ങാതി എന്ത് ചെയ്തെന്നറിയാവോ? ഇയാൾ ഈ പദവിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ആത്മകഥ അങ്ങ് എഴുതി. ആത്മകഥ എഴുതി അത് പ്രസിദ്ധപ്പെടുത്തി. പിന്നെ പല വേദികളിലും ഇദ്ദേഹം ഈ ക്ഷണിതാവായിട്ട് പ്രസംഗിക്കാനും പ്രബന്ധ അവതാരകനൊക്കെ പോയി. അതിനുശേഷം മാത്രം ഇയാളുടെ സ്വത്തില് $35 മില്യൺ വർധനവ്. അതായത് വിരമിച്ചതിന് ശേഷം, സാധാരണ ഒരാൾ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോഴാണ് സ്വത്ത് സമ്പാദിക്കുക. വിരമിച്ച ശേഷം സ്വിച്ച് ഇട്ട പോലെ ഇയാളുടെ സ്വത്ത് അങ്ങ് കൂടി. ഇനി എന്തുകൊണ്ടാണ് ഈ ചൈനയിൽ ഈ വൈറസിനെ കുറിച്ചുള്ള പഠനം നടന്നതെന്ന് നമുക്ക് നോക്കണമല്ലോ. 2003 സാൾസ് എന്ന് പറയുന്ന ഒരു അസുഖം, അത് ഇതേപോലെ ഒരു വൈറസ് ബാധ കൊണ്ടുണ്ടാകുന്ന അസുഖമാണ്. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ ഈ കൊറോണ വൈറസ്, നമ്മളിപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ടാണ് ഈ കൊറോണ വൈറസിനെ കുറിച്ച് അടുത്തറിയുന്നതെങ്കിലും അതിന് മുമ്പേ ഈ കൊറോണ വൈറസ് ഉണ്ട്. നമ്മുടെ റംബുട്ടാന്റെ ആകൃതി ഷേപ്പിലിരിക്കുന്ന വൈറസ്, അത് മനുഷ്യരിലേക്ക് വന്നിരുന്നില്ല. അത് പക്ഷിമൃഗാദികളിൽ മാത്രം ഒതുങ്ങി നിന്നതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അധികം ഗൗരവമായി ചർച്ചകൾ നടന്നില്ല. പക്ഷെ ഇത് മനുഷ്യരിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഗവേഷകർക്ക് അറിയാം. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാൻ ലക്ഷ്യമിട്ടാണ് ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. കൂടാതെ ഇവർ ഈ സമയത്ത് യുനാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ നിന്ന് ഈ പഴന്തീനി വവ്വാലുകൾ, പല കൂട്ടത്തിലുള്ള പഴന്തീനി വവ്വാലുകളെ ഈ ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പിടികൂടി അതിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തി. കൂടാതെ ഈ പല കാര്യങ്ങളിലും പല വൈറസുകളിലും ജനിതക മാറ്റം ലാബിൽ വരുത്തിയിട്ട് അതിന്റെ അനന്തരഫലങ്ങൾ എന്താണെന്നൊക്കെ പഠനം നടത്തി. അപ്പൊ ഇത് പ്രകാരം ഈ നിലവിലെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ നാശം വിതച്ച COVID-19 ആ വൈറസിനോട് 96.2% സാമ്യമുള്ള RATG13 എന്ന വേരിയന്റ് ഈ ലാബിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ വൈറസ് തന്നെ ഈ മ്യൂട്ടേഷൻ സംഭവിക്കുക എന്ന് പറയും, ജനിതക പരിവർത്തനം വരുത്തിയിട്ട്. അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഇതുകൂടാതെ ലാബില് കൃത്രിമമായിട്ട് ചില ഹൈബ്രിഡ് വൈറസുകളെ സൃഷ്ടിച്ചു. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അതായത് ഒന്നുകൂടി ചേർത്ത് കൂടുതൽ മെച്ചപ്പെട്ടത് ഉണ്ടാക്കുന്നതിനാണ് ഹൈബ്രിഡ് എന്ന് പറയുക. അപ്പൊ ആ തരത്തിൽ വൈറസുകളെ ഹൈബ്രിഡ് ആക്കി ഉള്ള പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് സ്ഥിരീകരിക്കപ്പെട്ട വാർത്തകൾ. അപ്പൊ അവിടെ നിന്ന് ഇതെങ്ങനെയോ വന്നു പുറത്തേക്ക് ചാടി എന്നുള്ളതാണ് ട്രംപ് ആരോപിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്ക ആരോപിക്കുന്നത്. അപ്പോ അതിന്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഇത് പഴന്തീനി വവ്വാലുകളിൽ നിന്ന് ഒന്നെങ്കിൽ മറ്റേ ചൈനയിലെ അവിടുത്തെ ഒരു മാർക്കറ്റ് ഉണ്ട്, ഈ വന്യജീവികളെ അടക്കം അല്ലെങ്കിൽ സമുദ്രജീവികളെ അടക്കം വിൽപ്പന നടത്തിയിട്ട് അതിന് താല്പര്യമുള്ളവർ അത് വാങ്ങിയിട്ട് അതായത് പ്രോപ്പറായിട്ട് സംസ്കരിക്കാതെ അത് ഭക്ഷണമാക്കിയതിലൂടെ മനുഷ്യരിലേക്ക് ഈ വൈറസ് വന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന അടക്കമുള്ളവർ ഔദ്യോഗികമായിട്ട് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് ചില നിഗമനങ്ങൾ നടത്തിയതാണ്. ചൈനയിൽ നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു കുട്ടി സമ്പ്രദായം ഉള്ള ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ അവിടെ പുതിയ തലമുറയുടെ എണ്ണം കുറവും വയസ്സായവരുടെ എണ്ണം ഒരു വൃദ്ധാലയമായിട്ട് ചൈന മാറി. അപ്പൊ ഇത് രാജ്യത്തിന് വലിയ ബാധ്യതയാണ്. നമ്മൾ ഒരു കമ്മ്യൂണിസ്റ്റ് ചൈന എന്നൊക്കെ പറയുമെങ്കിലും അതൊരു ഇരുമ്പ് മറയാണ് വാസ്തവം. അപ്പോ ഈ വൃദ്ധന്മാരെ ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കുക എന്നുള്ള ഇതിന്റെ ഫലമായിട്ട് തുടക്കം മുതലേ കേൾക്കുന്നുണ്ട്. ഭരണകൂടം ആസൂത്രണം ചെയ്തൊരു പദ്ധതിയാണെന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ഞാനിത് ഔദ്യോഗിക സ്ഥാനമാണെന്ന് പറയുന്നില്ല. പക്ഷേ ഈ കൊറോണ വൈറസ് കൊണ്ട് ചൈന വമ്പൻ നേട്ടമുണ്ടാക്കി. കാരണം
ഈ പറയുന്ന ഇത് മനുഷ്യനിർമ്മിതിയാണ് എന്ന് വാദിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന സംഗതിയാണ്. കാരണം ഈ കൊറോണ ലോകത്തെമ്പാടും പടർന്നു പിടിച്ചതിലൂടെ നേട്ടമുണ്ടായ ഒരേ ഒരു രാജ്യം ചൈനയാണ്. കാരണം ഈ അസുഖം ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടെ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ അവർ പ്രഖ്യാപിച്ചു. അപ്പൊ നമ്മൾ കരുതുന്നത് എന്താ, ചൈനയിലെ ജനജീവിതം എല്ലാം അങ്ങ് സ്തംഭിച്ചു, എല്ലാം പ്രശ്നമായി. പക്ഷെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് പോലെ തന്നെ ആ രോഗം നമ്മുടെ മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ഈ രോഗത്തിൽ പിടിയിൽ അമർന്ന സമയത്ത് ചൈന ഏറെക്കുറെ ശ്വാസം വിടാൻ തുടങ്ങി. മറ്റു രാജ്യങ്ങളെല്ലാം ഈ കൊറോണ പടർന്നു പിടിക്കുന്ന സമയത്ത് സാമ്പത്തികമായി തകർന്നപ്പോൾ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ 2019 2.5 ട്രില്യൺ ആയിരുന്നത് 2022 ആയപ്പോൾ 3.7 ട്രില്യൺ ആയിട്ട് വർദ്ധിച്ചു. അപ്പൊ അതിന്റെ കാരണം ചൈന ഈ കൊറോണ വൈറസിനെ അവരുടെ നാട്ടിൽ അതിനെ ഫലപ്രദമായി നിയന്ത്രിച്ചതിന് ശേഷം മറ്റു രാജ്യങ്ങളൊക്കെ ഇപ്പൊ കഷ്ടപ്പെടുകയാണല്ലോ. ആ രാജ്യങ്ങളിലേക്ക് വേണ്ട മാസ്കുകൾ, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക് സംവിധാനങ്ങളുള്ള മറ്റേ ഓക്സിജൻ ജനറേറ്റർ പോലുള്ള സംഗതികളൊക്കെ ചൈനയിൽ നിന്ന് വൻതോതിലാണ് കയറ്റി അയച്ചത്. അത് ചൈനയിൽ ഈ അപ്പം ചുട്ടെടുക്കുന്ന പോലെ ഓരോ സാധനങ്ങൾ നിർമ്മിച്ചെടുക്കുക. ആ രീതിയിൽ അവർ വമ്പൻ നേട്ടം ഉണ്ടാക്കി. ഇത് കൂടാതെ ചൈനയിൽ ഈ രോഗം പിടിച്ചടക്കി എന്ന പ്രതീതി ഉണ്ടാക്കിയിട്ട് അവർ കുറെ വാക്സിനുകൾ സൃഷ്ടിക്കപ്പെട്ടു. അത് ചൈനയിൽ മാത്രം അവർ വിതരണം അതേ കൊടുത്തുള്ളൂ. പിന്നീട് അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഈ പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും അത് വിൽപ്പന നടത്തി. ആ രീതിയിലും അവർ കോടികൾ സമ്പാദിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് ചേർത്ത് വായിക്കുമ്പോൾ ട്രംപിന്റെ അനുമാനത്തെ തള്ളിക്കളയാനും പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുക. ഈ കൊറോണയുടെ കാലത്ത് എല്ലാ രാജ്യങ്ങളിലും സാമ്പത്തികമായി പിന്നോക്കം പോയ സമയത്ത് ചൈനയുടെ GDP മാത്രം 2.2% വർധനവ് രേഖപ്പെടുത്തി. അപ്പോൾ ചൈന കണ്ണുടച്ച് പാല് കുടിച്ചു എന്ന് പറയുന്നതാവും ശരി.